students, in this video lecture I am going to explain about swing. Swing is a set of classes that provides more powerful and flexible GUI components than does the AWT. Okay, ഇപ്പോൾ ജാവയിൽ GUI അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള പാക്കേജാണ് AWT. AWT സ്റ്റാൻഡ്സ് ഫോർ അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി പവർഫുള്ളും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സ്വിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വിങ്ങിന് പാക്കേജസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ലുക്ക് ആൻഡ് ഫീലുള്ള മോഡേൺ GUI ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ കൺട്രോൾസ്, വിൻഡോസ്, ഡയലോഗ് ബോക്സസ് that support a usable but limited graphical interface. ഇത് അവൈലബിൾ ആണ്. പക്ഷേ വേറസ് ഇൻ AWT അതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആയിരുന്നു. അപ്പോൾ ദ റീസൺ ഫോർ ലിമിറ്റഡ് നേച്ചർ ഓഫ് AWT ഈസ് ദാറ്റ് ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇറ്റ്സ് വേരിയസ് വിഷ്വൽ കമ്പോണൻസ് ഇൻ ടു ദെയർ കറസ്പോണ്ടിങ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഇക്വലൻസ് ഓർ പിയേഴ്സ്. അതായത് AWTയിൽ ഏത് കമ്പോണൻറ്റ്, അതായത് നമുക്കറിയാം ഒരു GUI എന്ന് പറഞ്ഞാൽ കുറേ ടെക്സ്റ്റ് ബോക്സുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാവും, പിന്നെ ബട്ടൺസ് ഉണ്ടാവും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെയൊക്കെ ആ ഓരോ കമ്പോണൻസിനെയും അതിൻ്റെ പ്ലാറ്റ്ഫോം സ്പെസിഫിക്, അതായത് ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ വിൻഡോസ് ബേസ്ഡ് ആണോ ലിനക്സ് ബേസ്ഡ് ആണോ അതനുസരിച്ച് അവർ കൺവേർട്ട് ചെയ്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം മാറുന്നതനുസരിച്ച് അതിൻ്റെ ലുക്ക് ആൻഡ് ഫീല് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജാവ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ഈ AWT കമ്പോണൻസ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഹെവി വെയ്റ്റ് എന്നാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ കേസ് വിത്ത് AWT. അപ്പോൾ ഈ ഒരു കാര്യത്തിന് അവർ ചേഞ്ച് വരുത്തിയത് സ്വിങ്ങിലാണ്. സ്വിങ് AWTനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിം ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസവും ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്വിങ് കമ്പോണൻസ് ആർ ലൈറ്റ് വെയ്റ്റ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്വിങ്. കമ്പോണൻസ് ആർ ലൈറ്റ് വെയ്റ്റ്, അതായത് ദ കമ്പോണൻസ് ആർ റിട്ടൺ എൻറ്റയർലി ഇൻ ജാവ ദാറ്റ് ദേ ഡു നോട്ട് മാപ്പ് ടു പ്ലാറ്റ്ഫോം സ്പെസിഫിക് പിയേഴ്സ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഇത് ജാവയിലാണ് പ്യൂർലി റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള ഇതായിട്ട് കൺവേർട്ട് ചെയ്യില്ല. ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസ് ആർ മോർ എഫിഷ്യൻ്റ് ആൻഡ് മോർ ഫ്ലെക്സിബിൾ. കമ്പോണൻസ് കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. Lightweight components do not translate into native pairs. The look and feel of each component is determined by swing, not by the underlying operating system. Okay, അപ്പം നമ്മുടെ GUIയുടെ ലുക്ക് ആൻഡ് ഫീല് കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ റൺ ചെയ്യുന്ന OS അല്ല, ജാവ തന്നെയാണ്. ഈച്ച് കമ്പോണൻറ്റ് വിൽ വർക്ക് ഇൻ എ കൺസിസ്റ്റൻറ്റ് മാനർ അക്രോസ് ഓൾ പ്ലാറ്റ്ഫോം. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഒരേ രീതിയിൽ ഓരോ കമ്പോണൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ GUIയിൽ അവൈലബിൾ ആയിട്ടുള്ള കൺട്രോൾസ്, ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺസ്, ലിസ്റ്റ്, മെനു, എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെയാണ് ജനറലി ഇവിടെ കമ്പോണൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Second feature is Swing supports a pluggable look and feel. It is possible to plug in a new look and feel for any given component without creating any side effects in the code that uses the component. അപ്പോൾ സ്വിങ്ങിൽ ഒത്തിരി ബിൽട്ട് ഇൻ ലുക്ക് ആൻഡ് ഫീൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ കമ്പോണൻറ്റിനും അത് കൊടുക്കാൻ പറ്റും, ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ. അപ്പോൾ അതാണ് രണ്ട് മെയിൻ ഫീച്ചേഴ്സ്. ദെൻ ദ ആർക്കിടെക്ചർ യൂസ്ഡ് ബൈ സ്വിങ് മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ MVC മോഡൽ അല്ലെങ്കിൽ MVC ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. ഇതിലെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഓർ സ്റ്റേറ്റ് ഇൻഫർമേഷനെയാണ് മോഡൽ എന്ന് പറയുന്നത്. വ്യൂ ഡിറ്റർമിൻസ് ഹൗ ദ കമ്പോണൻറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. എങ്ങനെയാണ് സ്ക്രീനിൽ കമ്പോണൻറ്റ് കാണുന്നത്, അതാണ് വ്യൂ. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ടേക്സ് ദ ഇൻപുട്ട് ഫ്രം ദ യൂസർ ഓൺ ദ വ്യൂ ആൻഡ് റിഫ്ലെക്ട്സ് ചേഞ്ചസ് ഇൻ കമ്പോണൻസ് ഡേറ്റ. അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യുന്നതിനെയാണ് കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ GUIയിൽ നമ്മൾ എന്തെങ്കിലും ഡേറ്റ, നമ്മൾ എന്താണോ കാണുന്നത് അതാണ് വ്യൂ. നമ്മുടെ ഡേറ്റയാണ്
മോഡൽ എന്നുദ്ദേശിക്കുന്നത് ആ ഡേറ്റയിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക, യൂസറിൽ നിന്ന് ഇൻപുട്ട് മേടിച്ച് എന്തെങ്കിലും ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചേഞ്ച് വരുത്തുക, അങ്ങനെയുള്ള പോർഷൻ നടത്തുന്നതാണ് കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് ഏത് GUI ആണെങ്കിലും മോഡൽ കാണും, വ്യൂ കാണും, ഒരു കൺട്രോളർ കാണും. ഓക്കെ, so sim component has model as a separate element while view and controller part are clubbed in the user interface elements. അപ്പോൾ മോഡൽ അതായത് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് എലമെൻ്റ് ആയിട്ടാണ്. അത് യൂഷ്വലി ഡേറ്റ നമ്മൾ ഡേറ്റാബേസിലോ ഫയൽസിലോ ഒക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കാണുന്നതും നമ്മൾ എന്തെങ്കിലും അതിനകത്ത് പെർഫോം ചെയ്യുന്ന ആക്ഷനും യൂസർ ഇൻ്റർഫേസ് എലമെൻറ്റ്സ് ആയിട്ട് ക്ലബ് ചെയ്താണ് സ്വിങ്ങിലുള്ളത്. ഓക്കെ, സപ്പോസ് യൂസർ ക്ലിക്സ് ഓൺ എ ബട്ടൺ, ദിസ് ആക്ഷൻ ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ കൺട്രോളർ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുക, നമ്മുടെ GUIയിൽ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു യൂസർ. അപ്പോൾ ഈ എന്താണ് ക്ലിക്ക് എന്നുള്ള ആക്ഷൻ കൺട്രോളർ തിരിച്ചറിയും. കൺട്രോളർ ടെൽസ് ദ മോഡൽ ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു പ്രസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ ബട്ടൺ പ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. ദ മോഡൽ ഇൻ ടേൺ ജനറേറ്റ്സ് ആൻ ഇവൻറ്റ് ദാറ്റ് ഈസ് പാസ് ടു ദ വ്യൂ. അപ്പോൾ മോഡൽ അതിന് ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്ത് അതിനെ പ്രസ്ഡ് സ്റ്റേറ്റിലായിട്ട് വീണ്ടും വ്യൂവിലേക്ക് കൊടുക്കും. Okay, the event tells the view that the button needs to be redrawn to reflect its change in state. അതായത് ആദ്യം എങ്ങനെയാണോ ബട്ടൺ കാണുന്നത് അതിൽ നിന്ന് ഒരു പുതിയ ഫോമിലേക്ക് അതിനെ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് റീഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കും. നമ്മൾ അത് അത്ര ശ്രദ്ധിക്കുക പോലുമില്ല, പക്ഷെ അത് എല്ലാം ഫാസ്റ്റായിട്ടായിരിക്കും. പക്ഷെ ഈ മൂന്ന് പേരും, അതായത് ഡേറ്റ, കൺട്രോളർ, വ്യൂ, ഇതിൽ മൂന്നിലും നമ്മൾ എന്ത് ചെയ്താലും ഈ മൂന്നുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ദ എൻറ്റയർ ആർക്കിടെക്ചർ ഈസ് കോൾഡ് മോഡൽ, വ്യൂ, കൺട്രോളർ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ഇത് കുറേ ക്ലാസ്സസ് ആണ് സ്വിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ്. അതിൻ്റെ സബ് ക്ലാസ്സസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അതിൻ്റെ കീഴിൽ കമ്പോണൻ്റ് ഉണ്ട്, കമ്പോണൻറ്റ് ക്ലാസ്. ഇത് ആരോ മുകളിലോട്ട് ഉള്ള ഇട്ടേക്കുന്നത്, മുകളിൽ ആരോടെ സൈഡിൽ വരുന്നത് സൂപ്പർ ക്ലാസ്സും താഴെ വരുന്നത് സബ് ക്ലാസ്സുമാണ് കേട്ടോ. നമ്മൾ ഇതൊരു UML നൊട്ടേഷനാണ്. ഓക്കെ, നമ്മൾ ക്ലാസ് ഡയഗ്രാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ടെയ്നർ, J കമ്പോണൻറ്റ്, അതിൻ്റെ കീഴിൽ വിൻഡോ, പാനൽ, ആപ്ലെറ്റ്, ഫ്രെയിം, ഡയലോഗ്. ഇനി കമ്പോണൻസ് തന്നെ എന്തൊക്കെയാണ്, എല്ലാത്തിൻ്റെയും കൂടെ J ഉണ്ട് കേട്ടോ. കമ്പോണൻസിൻ്റെ എല്ലാത്തിൻ്റെയും നെയിമിൻ്റെ കൂടെ തന്നെ J ഉണ്ട്. ആക്ച്വലി ഇതിന് മുന്നേ ഉള്ള AWTയിൽ J എന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ J ഈ ക്ലാസ്സുകളെല്ലാം ആക്ച്വലി AWT, അതായത് പഴയ പാക്കേജിലും ഉണ്ടായിരുന്നു. സ്വിങ്ങിൽ അത് മോഡിഫൈ ചെയ്തപ്പോൾ എല്ലാത്തിനും തന്നെ J കയറ്റി. ഓക്കെ, ഇപ്പം J ലേബൽ, ലിസ്റ്റ്, ടേബിൾ, കോംബോ ബോക്സ്, സ്ലൈഡർ, മെനു, അബ്സ്ട്രാക്ട് ബട്ടൺ, J ബട്ടൺ. അബ്സ്ട്രാക്ട് ബട്ടൻ്റെ സബ് ക്ലാസ്സാണ് J ബട്ടൺ. അപ്പോൾ ഇങ്ങനെ ഇതൊരു ക്ലാസ് ഹൈറാർക്കിയാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗ കണ്ടെയ്നേഴ്സ് ആൻഡ് കമ്പോണൻസ്. Okay, all containers are also components. A component is an independent visual control such as a push button or a slider. ഞാൻ പറഞ്ഞു GUIയിൽ വിഷ്വൽ കൺട്രോൾ, അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആ വിഡ്ഗെറ്റ്സ് എന്ന് അതിന് പറയൂ കേട്ടോ, WIDGET വിഡ്ഗെറ്റ് അല്ലെങ്കിൽ കൺട്രോള്. അപ്പോൾ ഒരു ബട്ടൺ ആവാം, സ്ലൈഡർ ആവാം, എന്താണോ അതിനെയാണ് ജനറലി കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കമ്പോണൻസ് എല്ലാം നമ്മളിങ്ങനെ ഈ പ്ലേറ്റിൽ നമ്മൾ ഇത് എടുത്തു വയ്ക്കും പോലെ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെയ്നറും ഒരു കമ്പോണൻറ്റ് തന്നെയാണ്, പക്ഷേ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ഡിസൈൻ ടു ഹോൾഡ് അതർ കമ്പോണൻറ്റ്. മറ്റുള്ള കമ്പോണൻറ്റ് വെക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കമ്പോണൻ്റാണ് containers. So furthermore, in order for a component to be displayed, it must be held within a container. അതായത് ഒരു കമ്പോണൻറ്റ് നമ്മുടെ GUIയിൽ വിസിബിൾ ആവണം, സ്ക്രീനിൽ വരണമെങ്കിൽ അത് കണ്ടെയ്നറിൽ എടുത്തു വെക്കണം. Thus all Swing GUIs will have at least one container because containers are components. A container can also hold other containers. അപ്പം എല്ലാ സ്വിംഗ് GUIക്കും ഒരു കണ്ടെയ്നറെങ്കിലും മസ്റ്റായിട്ട് കാണും. ഓക്കെ, പിന്നെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് വേറെ കണ്ടെയ്നേഴ്സ് വരാം. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് അതങ്ങനെ യൂസ് ചെയ്യാം.
So this enables Java to define a containment hierarchy at the top of which must be a top level container. അപ്പോൾ കണ്ടെയ്നർ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ, ഇപ്പോൾ ഒരു കണ്ടെയ്ൻമെൻറ്റ് ഹൈറാർക്കി ആയിരിക്കും സ്വിങ്ങിനുള്ളത്. അതായത് ഏറ്റവും ടോപ്പിൽ ഒരു കണ്ടെയ്നർ, അതിനകത്ത് കുറേ കമ്പോണൻസ്, അല്ലെങ്കിൽ അതിനകത്ത് വീണ്ടും കണ്ടെയ്നർ, അതിനകത്ത് കമ്പോണൻസ്, അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. ഏറ്റവും അടിയിൽ വരുന്നതിനായിരിക്കും ടോപ്പ് ലെവൽ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇനി കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു. അത് എല്ലാ കമ്പോണൻസും തന്നെ ജെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. അതിൻ്റെ സബ് ക്ലാസ്സസ് ആണ്. J component provides the functionality that is common to all components. For example, it supports pluggable look and feel. അതായത് J component എപ്പോഴും നമുക്കറിയാം ബേസ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരും അല്ലേ. അപ്പം J component എല്ലാ ഫങ്ഷണാലിറ്റിയും, അതായത് കോമൺ ടു എല്ലാ കമ്പോണൻസിനും കോമൺ ആയിട്ട് വേണ്ട കാര്യങ്ങൾ അത് ജെ കമ്പോണൻറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഒരു പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീല്. പല ടൈപ്പ് ഓഫ് ലുക്ക് ആൻഡ് ഫീല് ജാവ സ്വിങ്ങിൽ അവൈലബിൾ ആണ്. മെറ്റാലിക് അങ്ങനെയൊക്കെ ഓരോ പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അത് ഈ GUI ഡിസൈൻ ചെയ്യുന്നവർക്കറിയാം. അപ്പം നമ്മൾ ഓരോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലുക്ക് ആൻഡ് ഫീല് വരും, നമ്മൾ തീമൊക്കെ വരും പോലെ. ഓക്കെ, so J component inherits the AWT classes container and component. ഓക്കെ, ഇപ്പോൾ AWTയിലും കണ്ടെയ്നർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ 2 ക്ലാസ്സുകളുണ്ട്. അത് നമ്മുടെ J component ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. All of Swing's components are represented by classes defined within the package javax.swing. അപ്പോൾ ഇനി ഏത് പാക്കേജിലാണ് സ്വിങ് കമ്പോണൻസ് എല്ലാം വരുന്നത്? ജാവ എന്നല്ല, എക്സും കൂടെ ഉണ്ട്, .swing. Okay, so some examples of swing component classes are JButton, JFrame, JLabel, JCheckbox, JTextArea, JTextField, etc. ഓക്കെ, എല്ലാ ബട്ടൺ ഫ്രെയിം എല്ലാത്തിൻ്റെ കൂടെ J ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പല കമ്പോണൻസ്. ആ കമ്പോണൻസിൻ്റെ പേരിലെല്ലാം സ്വിങ്ങിൽ ക്ലാസ്സസും ഉണ്ട്. Now some details about the various containers available in Swing. 2 ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ആർ ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സ്. അതിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ജെ ഫ്രെയിം, ജെ ആപ്ലെറ്റ്, ജെ വിൻഡോ ആൻഡ് ജെ ഡയലോഗ്. ഇവർ 4 പേരുമാണ് ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സ്. അതായത് GUIയുടെ ഏറ്റവും ആദ്യം എടുത്തു വെക്കേണ്ട ഒന്നുമല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ നമുക്ക് കമ്പോണൻസ് വയ്ക്കാം, അല്ലെങ്കിൽ ആപ്ലെറ്റ്, അല്ലെങ്കിൽ ജെ വിൻഡോ എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഉണ്ട്, ജെ ഡയലോഗ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമ്പിളിൽ ജെ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ദീസ് കണ്ടെയ്നേഴ്സ് ഡു നോട്ട് ഇൻഹെറിറ്റ് ജെ കമ്പോണൻറ്റ്. അപ്പോൾ കണ്ടെയ്നേഴ്സ് ജെ കമ്പോണൻറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. ഓൾസോ ദേ ഡു ഇൻഹെറിറ്റ് AWT ക്ലാസ്സസ് കമ്പോണൻറ്റ് ആൻഡ് കണ്ടെയ്നർ. AWTയുടെ പഴയ കമ്പോണൻറ്റും കണ്ടെയ്നറിൽ നിന്നും ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. And the top level containers are heavyweight. Okay, a top level container is not contained within any container. അപ്പോൾ ടോപ്പ് ലെവൽ കണ്ടെയ്നറിനെ വേറെ കണ്ടെയ്നറിലൊന്നും വെക്കില്ല, അതിനകത്ത് വേറെ കണ്ടെയ്നേഴ്സ് വയ്ക്കാം. പക്ഷെ ടോപ്പ് ലെവൽ ഈ ജെ ഫ്രെയിം, ജെ ആപ്ലെറ്റ്, ജെ വിൻഡോ, ജെ ഡയലോഗ് ഇവരെ വേറെ കണ്ടെയ്നേഴ്സിൽ ഒരിക്കലും പ്ലേസ് ചെയ്യില്ല. ഓക്കെ, എപ്പോഴും ഹൈറാർക്കി മസ്റ്റ് ബിഗിൻ വിത്ത് എ ടോപ്പ് ലെവൽ കണ്ടെയ്നർ. The one most commonly used for applications is JFrame and one used for applets is JApplet. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് JFrameഉം ആപ്ലെറ്റ് ബേസ്ഡ് പ്രോഗ്രാംസ് ആണെങ്കിൽ JAppletഉമാണ് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് കണ്ടെയ്നേഴ്സ് ആണ്. അതിന് lightweight containers do inherit J component. An example of lightweight container is JPanel, which is a general purpose container. അപ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് കണ്ടെയ്നർ ആണ് അടുത്തത് ടൈപ്പ്. അതിനൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, JPanel. ഓക്കെ, അതൊക്കെ ആവശ്യമനുസരിച്ച് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യും. Lightweight containers are often used to organize and manage groups of related components because a lightweight container can be contained within another container. അപ്പോൾ lightweight containers വേറെ കണ്ടെയ്നേഴ്സിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഓക്കെ, now we'll see the most commonly used container, that is JFrame. Okay, so JFrame is the top level container that is commonly used for
സ്വിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള കണ്ടെയ്നറാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ JFrame എന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത് അത് ആ ടോപ്പിൽ എഴുതി വരും. ഓക്കെ, സോ എക്സാമ്പിൾ JFrame JFRM ഈക്വൽ ടു ന്യൂ JFrame സ്വിങ് എക്സാമ്പിൾ. JFRM എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റാണ്. JFrame എന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സ്വിങ് എക്സാമ്പിൾ എന്നാണ് പാസ് ചെയ്ത്. അപ്പോൾ ഒരു ഫ്രെയിം ക്രിയേറ്റഡ് ആവും വിത്ത് സ്വിങ് എക്സാമ്പിൾ ഓൺ ദ ടോപ്പ്. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ വിൻഡോ വിത്ത് എ ടൈറ്റിൽ ബാർ, ക്ലോസ്, മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് റീസ്റ്റോർ ബട്ടൺസ് ആൻഡ് എ സിസ്റ്റം മെനു. ഓക്കെ, അപ്പോൾ JFrame എന്ന് പറഞ്ഞാൽ നിസ്സാര ചുമ്മാ ഒരു വിൻഡോ അല്ല, അതിന് ടൈറ്റിൽ ബാർ ഉണ്ട്, ക്ലോസ് ബട്ടൺ ഉണ്ട്, മിനിമൈസ്, മാക്സിമൈസ്, റീസ്റ്റോർ, അതായത് നമ്മുടെ ഒരു സാധാ വിൻഡോയ്ക്കുള്ള എല്ലാ ഇതും ഉണ്ട്. പിന്നെ ഒരു സിസ്റ്റം മെനുവും കൂടെ ഉണ്ട്. ദസ് ഇറ്റ് ക്രിയേറ്റ്സ് എ സ്റ്റാൻഡേർഡ് ടോപ്പ് ലെവൽ വിൻഡോ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടോപ്പ് ലെവൽ വിൻഡോ അത് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ വിൻഡോ ഇസ് പാസ് ടു ദ കൺസ്ട്രക്ടർ. അപ്പോൾ ഇതിന് ടൈറ്റിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ അത് സ്വിങ് എക്സാമ്പിൾ എന്നാണ് ടൈറ്റിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെറ്റ് സൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഡയമെൻഷൻ ഓഫ് ദ വിൻഡോ സെറ്റ് ചെയ്യാനാണ്. അതായത് വിൻഡോയ്ക്ക് എത്ര ഡയമെൻഷൻ വേണം, എത്ര വിഡ്ത്തും എത്ര ഹൈറ്റും വേണം. അപ്പോൾ ആ മെത്തേഡിൻ്റെ ജനറൽ സിൻടാക്സ് ഇതാണ്: വോയിഡ് സെറ്റ് സൈസ് ഇൻറ്റ് വിഡ്ത്ത് ഇൻറ്റ് ഹൈറ്റ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട ഫോം ഇങ്ങനെയാണ്: ആ JFrameൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് സൈസ് 275,100. അപ്പോൾ ഇനി എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം, ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കുക, അതനുസരിച്ച് സൈസ് മാറിക്കൊണ്ടിരിക്കും. ഇഫ് യു വാണ്ട് ദ എൻറ്റയർ ആപ്ലിക്കേഷൻ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പ്രോഗ്രാം എഴുതി, എന്നിട്ട് ഞാൻ കമ്പൈൽ ചെയ്തു, റൺ ചെയ്യുമ്പോഴായിരിക്കും ഈ വിൻഡോ തുറന്നു വരുന്നത്. അപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമും ക്ലോസ് ആവണം എന്നുണ്ടെങ്കിൽ തന്നെ ക്ലോസ് ആവില്ല. അതിനുവേണ്ടി നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അതാണ് പറയുന്നത് സെറ്റ് ഡീഫോൾട്ട് ക്ലോസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ സിൻടാക്സ് ഇതാണ്: ആ ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് ഡീഫോൾട്ട് ക്ലോസ് ഓപ്പറേഷൻ. എന്നിട്ട് ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇതിങ്ങനെ തന്നെ കൊടുക്കണം: JFrame ഡോട്ട് എക്സിറ്റ് ഓൺ ക്ലോസ്. അതായത് വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവുക. ആഫ്റ്റർ ദിസ് കോൾ എക്സിക്യൂട്ട്സ്, ക്ലോസിംഗ് ദ വിൻഡോ കോസസ് ദ എൻറ്റയർ ആപ്ലിക്കേഷൻ ടു ടെർമിനേറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജനറൽ സിൻടാക്സ് എഴുതിയിട്ടുണ്ട്: വോയിഡ് സെറ്റ് ഡീഫോൾട്ട് ക്ലോസ് ഓപ്പറേഷൻ ഇൻറ്റ് വാട്ട്. ഇതാണ് ജനറൽ സിൻടാക്സ്. ഈ വാട്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസ് ആണ് JFrame ഡോട്ട് എക്സിറ്റ് ഓൺ ക്ലോസ്, ഡിസ്പോസ് ഓൺ ക്ലോസ്, ഹൈഡ് ഓൺ ക്ലോസ്, ഡു നത്തിങ് ഓൺ ക്ലോസ്, ഇങ്ങനെ പല ഇതും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ഫ്രെയിം ഈസ് സെറ്റ് വിസിബിൾ. അതായത് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി, പക്ഷെ അത് സ്ക്രീനിൽ തെളിഞ്ഞു വരണമെങ്കിൽ ഒരു മെത്തേഡും കൂടെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം: സെറ്റ് വിസിബിൾ. എന്ന് വെച്ചാൽ ഫ്രെയിമിനെ വിസിബിൾ ആക്കുക. അപ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് ട്രൂ എന്നാണ് പാസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിൻഡോ തെളിഞ്ഞു വരും, അല്ലെങ്കിൽ വിൻഡോ വിസിബിൾ ആവില്ല. സോ ദ സിൻടാക്സ് ഈസ് JFrame ഡോട്ട് സെറ്റ് വിസിബിൾ ട്രൂ. ഓക്കെ, അപ്പോൾ അതാണ് ആ മെത്തേഡ്. ഇനി അപ്പോൾ ഫ്രെയിം റെഡിയായി. ഇനി ഫ്രെയിമിലേക്ക് കമ്പോണൻസ് ആഡ് ചെയ്യണം അല്ലേ. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറാണ്. അതിനകത്തേട്ട് ഇനി ബട്ടണോ ടെക്സ്റ്റ് ബോക്സോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മെത്തേഡാണ് ആഡ് മെത്തേഡ്. അതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് കമ്പോണൻറ്റ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഒരു കമ്പോണൻ്റ് ആണ്. കമ്പോണൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ആഡ് ഏത് കമ്പോണൻ്റ് ആണ്, അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ദ ആഡ് മെത്തേഡ് ഇസ് ഇൻഹെറിറ്റഡ് ബൈ JFrame ഫ്രം ദ AWT ക്ലാസ് കണ്ടെയ്നർ. അപ്പം അത് JFrameലേക്ക് AWT ക്ലാസ്സിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കുന്ന മെത്തേഡാണ്. ഓക്കെ.